25 വർഷമായിട്ട് ദം ബിരിയാണി നിൽക്കടിക്കലാണ് ഞാൻ നിൽക്കുന്നത്. ദം ബിരിയാണി ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ? ദം ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി. ചിക്കനും ബീഫും എല്ലാം ദമ്മ തന്നെ. അതേപോലെ തന്നെ ഇപ്പൊ ചെമ്പ് പൊട്ടിച്ചോളല്ലേ? പൊട്ടിച്ചോളൂ. പൊട്ടിച്ചൊരു 5-6 പോയിട്ടുള്ളൂ. ഇപ്പൊ എത്ര ആളെ ഈ ബിരിയാണി തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 25 കൊല്ലത്തിന് മുകളിലായി. 25 കൊല്ലമായിട്ട് ദം ബിരിയാണി ബിരിയാണി വെച്ച് കൊടുക്കുവാണ്. കല്യാണ വീട്ടുകളിലും എല്ലാം ഓർഡർ അനുസരിച്ച് കാറ്ററിംഗ് ആയിട്ടും എല്ലാം വെച്ച് കൊടുക്കുന്നു. ഒരാൾക്ക് കൊടുക്കുന്ന ക്വാണ്ടിറ്റി 100 രൂപ. അത്യാവശ്യം 2 പീസ് പൈസ ഉണ്ടല്ലേ? പൈസ ഉണ്ട്. 100 രൂപ ഉള്ളൂ. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി. വലിയ അരിയാണെങ്കിൽ 150 രൂപ, ചെറിയ അരിയാണെങ്കിൽ 140 രൂപ. തൂക്കിയൊക്കെ കൊടുക്കുമല്ലേ? തൂക്കമില്ല. അപ്പോൾ ഇത് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നു. SJ. ഇത് SJ ബ്ലോക്സ്. അല്ല, ബിരിയാണിയുടെ മാത്രമാണോ അതാ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അലുവ, എല്ലാ സാധനങ്ങളും ചെയ്ത് കൊടുക്കും. അപ്പൊ ഇക്കടെ ചാനലും കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റംസാന് പൊരി സാധനങ്ങൾ എല്ലാ സാധനങ്ങളും എല്ലാം ലൈവായിട്ട് പൊരിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. റംസാന് ഒരു മാസം ബിരിയാണി ഇല്ല. ഈ പൊരിയുടെ പരിപാടി മാത്രം. അത് വിൽപ്പനക്ക്. ഇവിടെ ബിരിയാണി അടിപൊളി ബിരിയാണിയാണ്. എൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ലാഭം കുറയ്ക്കുക, കച്ചവടം വർദ്ധിപ്പിക്കുക. അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. നമ്മൾ ചെയ്യുന്ന പണിക്കൂലി മാത്രമേ. അച്ചാർ അതുകൊണ്ട് ഇന്തപ്പോഴും നാരങ്ങായി സ്പെഷ്യൽ അച്ചാറാണ്. അത് തന്നെ ഇവിടെ കഴിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്നത്. എത്ര മണിയാകുമ്പോൾ തുറക്കും? കറക്റ്റ് 11 മണിയാകുമ്പോൾ തുറക്കും. പൊട്ടിക്കും. 2:30 മണി 3 മണി അതിനുള്ളിൽ തീരും. കാരണം തേടി വരിക ദം ബിരിയാണിക്ക് വേണ്ടി. ആൾ വരും. ഇവിടെ ഇഷ്ടംപോലെ വരും ആൾക്കാർ. സാധനം നല്ലതാണെങ്കിൽ ആൾ എവിടെയും തേടി വെക്കും. സാധനത്തിന് ക്വാളിറ്റി പോലെയാണല്ലേ? കാശിന് വേണ്ടി മാത്രമല്ല, ഇത് ആൾക്കാരെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത്. മനസ്സെന്ന് പറയണം. നല്ല സാധനം കൊടുക്കുക, ലാഭം കുറയ്ക്കുക, കച്ചവടം വർദ്ധിപ്പിക്കുക. ഈ ലൊക്കേഷൻ വരുന്നത് ഇത് വലിയോളം പള്ളിക്ക് പടിഞ്ഞാറ് വശം ത്രിവേണി ജംഗ്ഷൻ. ത്രിവേണി ജംഗ്ഷനിൽ പോകുന്നവരെല്ലാം ഇക്കടെ കടയിൽ കയറി ഒരു ബിരിയാണി മേടിച്ച് കഴിച്ച് നോക്കുക.